ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഇന്നത്തെ എൻ്റെ റെസിപ്പി നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യുകയാണ്. അതാണ് അച്ചിങ്ങ പയർ തോരൻ. വളരെ രുചികരമായ ഒരു വള്ളിപ്പയറാണിത്. വളരെ നീളമുള്ള ഒരു പയർ. ഈ പയർ കൊണ്ടുണ്ടാക്കിയ ഈ തോരൻ കഴിക്കാൻ വളരെ രുചിയാണ്. നിങ്ങൾ പച്ചക്കറി കടയിൽ പോകുമ്പോൾ ഇതുപോലെ ചോദിച്ചു വാങ്ങിയിട്ട് വേണം ഉണ്ടാക്കാൻ. എന്നാൽ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. മിക്സിയുടെ ഒരു ചെറിയ ജാറെടുത്തതിന് ശേഷം ഇതിലേക്ക് 1 കപ്പ് തേങ്ങ ചിരവിയതും, ഒരു 7 വെളുത്തുള്ളി അല്ലിയും, ഒരു 10ഓളം ചുവന്നുള്ളി ചുളയും, 1/2 ടീസ്പൂൺ നല്ല ജീരകവും, ഒരു 6 പച്ചമുളകും. എരിവുള്ള പച്ചമുളകാണെങ്കിൽ ഒരു 5 എടുത്താൽ മതി. ഇതുപോലെ ഒന്ന് ചതച്ചെടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് മാറ്റി വെക്കാം. ഇനി നമുക്ക് അടുപ്പിലേക്ക് ഒരു പാൻ വെച്ച് കൊടുക്കാം. പാൻ ചൂടായി കഴിഞ്ഞാൽ ഇതിലേക്ക് നമുക്കൊരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്കൊരു 1/4 ടീസ്പൂൺ കടുകും 1 ടീസ്പൂൺ ഉഴുന്നും നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി തുടങ്ങുമ്പോൾ ഉഴുന്നിട്ടതിന് ശേഷം രണ്ടും കൂടി മൂത്ത് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കറിവേപ്പില കൂടി ചേർത്തതിന് ശേഷം നമുക്കിതിലേക്ക് മിക്സിയിൽ അരച്ചെടുത്ത നമ്മുടെ ഈ ചമ്മന്തി നമുക്കിതിലേക്കൊന്ന് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഒരു 3 സെക്കൻഡ് നേരം നമുക്ക് ഇതൊന്ന് ഇളക്കി യോജിപ്പിക്കാം. നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് കഴുകി ക്ലീൻ ചെയ്ത് അരിഞ്ഞെടുത്ത നമ്മുടെ അച്ചിങ്ങ പയർ നമുക്കിതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. വളരെ കനം കുറച്ച് ചെറുതായിട്ട് അരിഞ്ഞെടുത്ത പയറാണിത്. ഇതുപോലെ വേണം അരിഞ്ഞെടുക്കാൻ. ഇനി നമുക്ക് ഇത് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കിതിലേക്ക് ഉപ്പിട്ട് കൊടുക്കണ്ടേ. നമ്മൾ ഇതിലേക്ക് ഉപ്പിട്ട് കൊടുത്തിട്ടില്ല. അപ്പോൾ ഇനി നമുക്ക് അടുത്തത് ഇടേണ്ടത് ഉപ്പാണ്. ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് നമുക്ക് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ചുറ്റിച്ച് ഇട്ട് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നമുക്കിത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. 2 സെക്കൻഡ് നേരം നന്നായിട്ട് മിക്സാക്കി കൊടുക്കണം. ഉപ്പെല്ലാം ഒന്ന് നന്നായിട്ട് പിടിക്കട്ടെ. ഇനി നമുക്കിത് അടച്ച് വെക്കാം. തീ മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്കൊരു 10 മിനിറ്റ് നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇടയ്ക്കൊക്കെ തുറന്നതിന് ശേഷം നമുക്കിതൊന്ന് ഇളക്കി യോജിപ്പിക്കാം. 10 മിനിറ്റാണ് നമ്മൾ ഇത് കുക്ക് ചെയ്യാൻ വെക്കുന്നത്. അതിനുള്ളിൽ തന്നെ ഇത് ആയി കിട്ടും. വീണ്ടും ഒന്ന് ഇളക്കി ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് തുറന്ന് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇതുപോലെ വീണ്ടും ഒന്ന് ഇളക്കുക, ഒന്ന് ഇതുപോലെ ഒന്ന് കൂട്ടിയിട്ട് കൊടുക്കുക. എന്നിട്ട് വീണ്ടും അടച്ച് വെക്കുക. എന്നിട്ട് നമുക്ക് 10 മിനിറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് തുറന്ന് കഴിഞ്ഞാൽ ഇതുപോലെ ഒരു കളറായി വരും. ഇതുപോലെ ഒരു കളറായി വന്നാൽ നമ്മുടെ പയറെല്ലാം നന്നായി കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിത് ഇറക്കി വെക്കാം. നമ്മുടെ തീ നമുക്ക് ഓഫാക്കി കൊടുക്കാം. വളരെ രുചികരമായ ഒരു അച്ചിങ്ങ പയർ തോരനാണിത്. നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എന്നിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കാൻ മറക്കല്ലേ. നിങ്ങൾക്കിത് തീർച്ചയായും ഇഷ്ടപ്പെടും. അത്രയും ഗുണങ്ങളുള്ള ഒരു പയറാണിത്. നിങ്ങളുടെ കുട്ടികൾക്ക് സ്കൂളിൽ പോകുമ്പോൾ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി കൊടുക്കൂ. എന്നിട്ട് നിങ്ങൾ ഇതിൻ്റെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കാൻ മറക്കല്ലേ. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കണ്ടതിന് ശേഷം ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.